സോ അങ്ങനെ സാർ ജിം റാഡ്ക്ലിഫിൻ്റെ ടേക്ക് ഓവർ ന്യൂസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിരിക്കുകയാണ്. സോ പുതിയ പുതിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പല യുണൈറ്റഡ് ഫാൻസും എക്സൈറ്റഡ് ആണ് സാർ ജിം റാഡ്ക്ലിഫ് ആൻഡ് ടീം ഏറ്റെടുക്കുന്നതിലൂടെ. യുണൈറ്റഡ് രക്ഷപ്പെടുമോ, യുണൈറ്റഡ് പഴയ ഗ്ലോറി ഡേയ്സിലോട്ട് വരും എന്നൊക്കെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത്. സോ ഈ ഡീലിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. സോ പല ജേർണലിസ്റ്റുകളും ഇത് സ്ക്രൂട്ടനൈസ് ചെയ്യുമ്പോൾ ഇതിൽ കുറച്ച് എന്നാ പറയുക, യുണൈറ്റഡ് രക്ഷപ്പെടും, യുണൈറ്റഡ് ഇനിയും അപ്പിലോട്ടാണ് പോകാൻ പോകുന്നത് എന്ന രീതിയിൽ ഒരു ഗ്യാരണ്ടി ഉള്ള ഡീലാണെന്ന് ചോദിച്ചാൽ അല്ലെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഗ്ലേസേഴ്സ് ഫാമിലി ഒഴിവായി അവിടെ സാർ ജിം റാഡ്ക്ലിഫ് ആൻഡ് ടീം സ്പോർട്ടിംഗ് ഡിസിഷൻസിൽ എൻ്റർ ആകുമ്പോൾ യുണൈറ്റഡ് എന്തായാലും ഇപ്പോഴത്തേനേക്കാളും മച്ച് ബെറ്ററായിട്ടേ പെർഫോം ചെയ്യത്തുള്ളൂ എന്നാണ് ലോജിക്കലി ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. പക്ഷേ ഈ ഡീലിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 25% നമുക്കറിയാം ഗ്ലേസേഴ്സ് ഫാമിലി 67%ഓളമാണ് ഈ ക്ലബിൻ്റെ ഓൺ ചെയ്യുന്നത്. ബാക്കി ഷെയർസായിട്ട് മറ്റു പല ഇൻവെസ്റ്റേഴ്സാണ് ഓൺ ചെയ്യുന്നത്. സോ ഇവർ ഈ 67% ആണ് ഗ്ലേസേഴ്സ് ഫാമിലി ഓൺ ചെയ്യുന്നെങ്കിലും വോട്ടിംഗ് റൈറ്റ്സ് എക്സ്ക്ലൂസീവ്ലി ഇവരുടെ കയ്യിലാണ്. സോ ഈ പറയുന്നത് ഇവരുടെയാണ് ക്ലാസ് ബി ഷെയർസിൻ്റെ 25%. അതായത് ഗ്ലേസേഴ്സ് ഫാമിലി ഓൺ ചെയ്യുന്നത് ക്ലാസ് ബി ഷെയർസ് ആണെന്നും അതിൻ്റെ 25%, ഈ 67%-ൽ 25% സാർ ജിം റാഡ്ക്ലിഫ് ഏറ്റെടുക്കുന്നതാണ്. കൂടാതെ ക്ലാസ് എ ഷെയർസ് മാർക്കറ്റിൽ മറ്റും അവൈലബിൾ ആയിട്ടുള്ള ക്ലാസ് എ ഷെയർസിൻ്റെ 25% പ്രീമിയത്തിൽ ഇവർ വാങ്ങിക്കാനും ശ്രമിക്കുന്നതാണ്. സോ ഷെയർ ഹോൾഡേഴ്സിനെ വിൽക്കാനായിട്ട് ഇവർ പ്രോത്സാഹിപ്പിക്കാനായിട്ട് മാർക്കറ്റിൽ യുണൈറ്റഡിൻ്റെ ഷെയർ വാല്യൂ 20 സംതിങ് ആണ്, 20 താഴെ 26 റേഞ്ച് കണ്ടാണ്. സോ ഇവർ $33 പെർ ഷെയറിന് വെച്ച് കൊടുത്ത് പ്രീമിയത്തിന് $13 പ്രീമിയം പേ ചെയ്ത് എടുക്കാനായിട്ട് റെഡിയാണെന്നാണ് കേൾക്കുന്നത്. സോ ഷെയർ ഹോൾഡേഴ്സിനെ ഫോഴ്സ്ഫുള്ളി അഥവാ അവർ ഒന്ന് തന്നെ പറയുക എൻകറേജ് ചെയ്യും സെല് ചെയ്യാനായിട്ട്. സോ ഇപ്പം കറൻ്റ്ലി ക്ലാസ് ബി ഷെയർസ് ഫ്രം ഗ്ലേസേഴ്സ് ഫാമിലിയാണ് ഏറ്റെടുക്കുന്നത്. ഗ്ലേസേഴ്സ് ഫാമിലിക്ക് 67% ഓണർഷിപ്പെങ്കിലും 97%ഓളം വോട്ടിംഗ് റൈറ്റ്സ് അവരുടെ കയ്യിലാണ്. സോ ആ രീതിയിലാണ് ഷെയർസ് സ്ട്രക്ചേർഡ് ആയിരിക്കുന്നത്. സോ ഈ വെളിയിലുള്ള ആ ഒരു 33% ഷെയർ ഹോൾഡേഴ്സിൻ്റെ വലിയ വോട്ടിംഗ് റൈറ്റ്സ് ഒന്നും ഇല്ല. സോ ഈ വോട്ടിംഗ് റൈറ്റ്സ് ഉള്ള 25% എടുക്കും. പിന്നെ ക്ലാസ് എ ഷെയർസ് ഉടനെ തന്നെ ടേക്ക് ഓവർ നടത്തും. സോ നമുക്കറിയാം ഇന്നലെ ക്രിസ്മസ് ഈവിലാണ് ഈ ന്യൂസ്. അവിടെ 4 PM ടൈമിലെങ്ങാണ്ടാണ് ക്രിസ്മസ് ഈവ്. 4 PM ആണ് ഇവർ അനൗൺസ് ചെയ്യുന്നത്, UK ടൈമിലും മറ്റുമൊക്കെ. സോ ആ ഡീലിൽ അപ്പോൾ തന്നെ പല ജേർണലിസ്റ്റുകളും കൂടാതെ മറ്റു പല ക്ലബ്സുകളുടെ കൂടുതൽ ഫോക്കസ് ചെയ്ത ജേർണലിസ്റ്റുകളാണ് ഇതിലൊരു എന്നാ പറയുക മനഃപൂർവ്വം അവർ ക്രിസ്മസ് ഈവിൽ ഇട്ടതാണെന്നും കാരണം കൂടുതൽ സ്ക്രൂട്ടനൈസ് ആവാതിരിക്കാനും. നമുക്കറിയാം ക്രിസ്മസ് ഈവ് ആണ്, അതിനകത്ത് തന്നെ ജേർണലിസ്റ്റുകളും മറ്റുമൊക്കെ പല പല ട്രിപ്സിലും പല പല ഒരു ഹോളിഡേ മൂഡിലായിരിക്കും. സോ കൂടുതൽ സ്ക്രൂട്ടനൈസ് ആവാതിരിക്കാനും കാര്യങ്ങൾ കുറച്ച് പെട്ടെന്ന് നടക്കാനായിട്ടും ഈ ഡീലിൽ എന്തൊക്കെയോ ഉണ്ടെന്നുള്ള രീതിയിലും പറഞ്ഞ് പല ജേർണലിസ്റ്റുകൾ എസ്പെഷ്യലി ഈ അതർ ക്ലബ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇപ്പോൾ ജേർണലിസ്റ്റുകളുണ്ടല്ലോ, ലിവർപൂൾ, സിറ്റി, ചെൽസി, അവരുടെയൊക്കെ ഒരു കറസ്പോണ്ടൻറ്റ് ജേർണലിസ്റ്റുകളൊക്കെ ഇത് നിങ്ങളെ എന്തോ പറ്റിക്കാനായിട്ടാണ്, ഇതിൽ വേറെ എന്തൊക്കെയോ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അടിച്ചു വിടുന്നുണ്ട്. സോ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയത്തില്ല. സോ വരും ആഴ്ചകളിലെ നമുക്ക് കൂടുതൽ എന്തൊക്കെ സംഭവിക്കും എന്ന് കറക്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇന്നലെ അനൗൺസ് ചെയ്തപ്പോൾ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് അവധിയാണ്, സൺഡേയിലാണ് അനൗൺസ് ചെയ്യുന്നത്. സോ അപ്പം നമ്മൾ ഈ ഡീലിലോട്ട് നോക്കുകയാണെങ്കിൽ 25% ഏറ്റെടുക്കും. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മെൻസ് ടീമിൻ്റെ സ്പോർട്ടിംഗ് ഡിസിഷൻസും മറ്റുമൊക്കെ മേജർസെ അഥവാ അത് ഫൈനൽസെ സാർ ജിം റാഡ്ക്ലിഫ് ആൻഡ് ടീമിനായിരിക്കും എന്നാണ് പറയുന്നത്. സോ ജോൺ ക്ലോഡ് ബ്ലാങ്കും അതുപോലെ തന്നെ CEO ആയിട്ട് വരുമെന്നും പോൾ മിച്ചലാണ് സ്പോർട്ടിംഗ് ഡയറക്ടറായിട്ട് വരാൻ പോകുന്നതെന്നുമാണ് ഇപ്പം കേൾക്കുന്ന സ്ട്രോങ് റൂമേഴ്സ്. സോ നമുക്കറിയാം റിച്ചാർഡ് അർണോൾഡ് റിസൈൻ ചെയ്തായിരുന്നു CEO പോസ്റ്റിൽ നിന്നൊക്കെ. സോ ഈ ഒരു കാര്യം നോക്കുമ്പോഴേക്കും ഓവറോൾ സ്ട്രക്ചർ അല്പം കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഈ ഒരു 25% ഇവർ ടേക്ക് ഓവർ നടത്തുന്നു, സ്പോർട്ടിംഗ് ഡിസിഷൻസ് ഇവരെടുക്കുന്നു എന്ന് പറയുന്നത്. പക്ഷേ ഗ്ലേസേഴ്സ് ആൻഡ് ഫാമിലി അവിടെ എന്നാ പറയുക കൊമേഴ്ഷ്യൽ സൈഡ് ഓഫ് തിങ്സിലെ ഫൈനൽ സെയിൽ അവരുടെ കയ്യിലാണ്. നമുക്കറിയാം ഒരു സ്പോർട്ടിംഗ് ഡിസിഷൻ ഇവരെടുത്താലും കൊമേഴ്ഷ്യൽ സൈഡിൽ നിന്നുള്ള അപ്രൂവൽ ഇല്ലാതെ ഫണ്ട്സ് ഇറക്കാൻ പറ്റത്തില്ല. ഇറ്റ്സ് എ ഫാക്ട്. അതൊരു ബിഗ്ഗസ്റ്റ് ഫാക്റ്റാണ്. പിന്നെ ഓണർഷിപ്പിൻ്റെ മെജോറിറ്റി ഉള്ളത് ഗ്ലേസേഴ്സിൻ്റെ കയ്യിൽ തന്നെയാണ്. അതും ഓണേഴ്സ് ടെക്നിക്കലി മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഓണേഴ്സ് ആരാന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ഗ്ലേസേഴ്സ് ഫാമിലി സ്റ്റിൽ. സോ ഈ സ്പോർട്ടിംഗ് ഡിസിഷൻസിൽ സാർ ജിം റാഡ്ക്ലിഫ് ആൻഡ് ടീം എൻ്റെ ഡിസിഷൻ ആണെങ്കിലും ജോയൽ ഗ്ലേസറിന് ചെറിയൊരു സേ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആ ഒരു ബോർഡിൽ ചെറിയൊരു ഡിസിഷൻ മേക്കിംഗ് ചെറിയൊരു പവറുണ്ട്. ബട്ട് സാർ ജിം റാഡ്ക്ലിഫിനായിരിക്കും. ബട്ട് കൊമേഴ്ഷ്യൽ സൈഡ് എൻറ്റയർലി വിത്ത് ഗ്ലേസേഴ്സ് ഫാമിലി ആയിരിക്കും. അപ്പോൾ സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഊഹിക്കാം, ഭാവിയിൽ വി മൈ സി എന്നാ പറയുക കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന സംഭവം വരാൻ ചാൻസ് ഉണ്ട്. കാരണം സാർ ജിം റാഡ്ക്ലിഫ് ആൻഡ് ടീം സ്പോർട്ടിങ്ങിൽ ഒരു ഡിസിഷൻ എടുത്താലും കൊമേഴ്ഷ്യൽ സൈഡിൽ നിന്ന് ഫണ്ട്സ് ഇറക്കണം. സോ എന്ന് പറഞ്ഞ് സാർ ജിം റാഡ്ക്ലിഫ് ആൻഡ് ടീമിന് ചുമ്മാ ഡിസിഷൻ എടുത്ത് ഫണ്ട്സ് അതുപോലെ ഇറക്കാൻ പറ്റത്തില്ല എന്നൊരു സാരം. പക്ഷേ സ്പോർട്ടിംഗ് ഡിസിഷൻസ് എടുക്കുന്ന അവരായിരിക്കും.
അതായത് ഇന്നതാണ് കോച്ച്, ഇന്ന പ്ലേയേഴ്സിനെയാണ് ഞങ്ങൾക്ക് വേണ്ടതെന്നൊരു ഡിസിഷൻ ഇവർക്ക് എടുക്കാം. പക്ഷേ ഫണ്ട്സ് ഇറക്കണമെങ്കിൽ ഗ്ലേസേഴ്സ് ഫാമിലിയും കൂടെ വിചാരിക്കണം. അതാണ് നമ്മൾ ഓവറോൾ നോക്കുമ്പോൾ നമുക്ക് ഈ സ്ട്രക്ചറിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പിന്നെ നമുക്കറിയാം 1.25 ബില്യൺ പൗണ്ട്സിനാണ് ഈ 25% ഗ്ലേസേഴ്സ് ഫാമിലിയുടെ കയ്യിൽ നിന്ന് ഇവർ എടുക്കാൻ നോക്കുന്നത്. സോ ഈ ഒരു ക്ലോസിൽ ഈ കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ വെളിവായിട്ടുണ്ട്. കുറേ പേര് ചോദിക്കുന്നുണ്ട് 2026-27 ആകുമ്പോഴേക്കും ഫുൾ ഓണർഷിപ്പ് സാർ ജിം റാറ്റ്ക്ലിഫിൻ്റെ കയ്യിലെത്തുമോ, അങ്ങനെ എങ്ങാണ്ട് ക്ലോസ് ഒക്കെ ഉണ്ടെന്ന് റൂമേഴ്സ് കേൾക്കുന്നു. അങ്ങനെ ഒരു സംഭവമില്ല, ഒരു ഒബ്ലിഗേഷനും ഇല്ല. 2026, 27, 2036, 46 ഏത് വർഷമാണെങ്കിലും ഇത്ര വർഷം കഴിയുമ്പോൾ ഫുൾ ഓണർഷിപ്പ് സാർ ജിം റാറ്റ്ക്ലിഫിന് വിറ്റേക്കാമെന്നോ അല്ലെങ്കിൽ ഗ്രാജുവലി ഇത്ര വീതം അവർ ടേക്ക് ഓവർ നടത്തി മേജർ ഓണർ ആവുന്നോ ഉള്ള രീതിയിലുള്ള ഒരു ക്ലോസും ഈ ഡീലിലില്ല എന്നാണ് കേൾക്കുന്ന എല്ലാ റിപ്പോർട്ടുകളും. ആൻഡ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ്, ഈ റാറ്റ്ക്ലിഫ് കൊടുക്കുന്ന ഫണ്ട്സിൽ നിന്ന് എന്തേലും ഡെപ്സ് മീറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. സോ ഈ ഒരു കാര്യം പറയുന്നതിനിടയിൽ 300 മില്യൺ പൗണ്ട്സാണോ യൂറോസോ 300 മില്യൺ യൂറോസ് സാർ ജിം റാറ്റ്ക്ലിഫ് ഡെവലപ്മെൻ്റൽ ആക്ടിവിറ്റീസിനും ട്രാൻസ്ഫേഴ്സിനും ഒക്കെ ഇറക്കുമെന്ന് പറയുന്നു. സോ അതിൽ 200 മില്യൺ യൂറോസ്, ഓൾമോസ്റ്റ് 150 മില്യൺ പൗണ്ട്സ് ഉടനെ തന്നെ ഈ ടേക്ക് ഓവർ നടത്തിയ ഉടനെ തന്നെ ഡെവലപ്മെൻ്റൽ പ്രോജക്ട്സിനും മറ്റുമൊക്കെ യൂസ് ചെയ്യുമെന്നാണ് പറയുന്നത്. സോ നമുക്കറിയാം അപ്പം സ്റ്റേഡിയം ബിൽഡ് ചെയ്യാനായിട്ട് ഈ പൈസ കൊണ്ട് പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ ഒട്ടുമില്ല. നമുക്കറിയാം പ്രോബബ്ലി യൂറോപ്പിലെ അഥവാ പ്രീമിയർ ലീഗിലെ ഏറ്റവും ബെസ്റ്റ് സ്റ്റേഡിയം ഉള്ള ടോട്ടൻഹാം ഹോട്ട്സ്പറാണ്. സോ ഓൾമോസ്റ്റ് 1 ബില്യൺ പൗണ്ട്സിന് മുകളിലാണ് അവർക്ക് ആ സ്റ്റേഡിയത്തിന് വേണ്ടി സ്പെൻഡ് ആക്കേണ്ടി വന്നിരിക്കുന്നത്. സോ അവരുടെ വൺ ഓഫ് ദ വേൾഡ്സ് ബെസ്റ്റ് ട്രെയിനിങ് ഫെസിലിറ്റീസ്, ബെസ്റ്റ് സ്റ്റേഡിയം എല്ലാം ആയിട്ട് 1 ബില്യൺ പൗണ്ട്സിന് മേളിൽ അവർക്ക് ചിലവായിട്ടുണ്ട്. അപ്പം യുണൈറ്റഡിൻ്റെ ഈ ഒരു 150 മില്യൺ പൗണ്ട്സ് പുള്ളി ഇറക്കുക വഴി ശരിയാണ്, മേ ബി റൂഫൊക്കെ ഒന്ന് ആ ലീക്കൊക്കെ മാറ്റാൻ പറ്റും, അതൊക്കെ ഒന്ന് റെഡിയാക്കാൻ പറ്റും. അല്ല സ്റ്റേഡിയം പുതുക്കാനായിട്ടൊന്നും പോകുന്നില്ല. സോ സ്റ്റേഡിയം പുതുക്കി പണിയാനായിട്ടോ മറ്റോ ഒന്നും ഒരു ക്ലോസോ ഒന്നുമില്ല. ജസ്റ്റ് 150 മില്യൺ, ഈ 300 മില്യൺ യൂറോസിൽ നിന്ന് സ്റ്റേഡിയം റീബിൽഡ് ചെയ്യാനോ പ്രോപ്പറായിട്ടോ ഒന്നും പറ്റത്തില്ല. മേ ബി 150 മില്യൺ പൗണ്ട്സ് ഇറക്കുക വഴി റൂഫ് ടോപ്പും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാൻ പറ്റുമായിരിക്കും എന്നേ ഉള്ളൂ. പിന്നെ എടുത്തു പറയേണ്ടതാണ് ഈ ഡെപ്റ്റിൻ്റെ കാര്യം. നമുക്കറിയാം ഈ യുണൈറ്റഡിനെ 800 മില്യൺ പൗണ്ട്സിൻ്റെ എങ്ങാണ്ട് ഒരു ഡീലിന് ഇവർ അന്ന് സൈൻ ചെയ്യുമ്പോൾ, ഗ്ലേസേഴ്സ് സൈൻ ചെയ്യുമ്പോൾ മെജോറിറ്റി അവർ ഡെപ്റ്റിലൂടെയാണ് ഫണ്ട്സ് റേസ് ചെയ്തത്. എന്നിട്ട് ഒരു സാമാന്യ മര്യാദ വെച്ച് അഥവാ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഡെപ്റ്റ് ഗ്ലേസേഴ്സ് ഫാമിലി ഗ്രാജുവലി അവരുടെ എന്താ പറയുക റവന്യൂസിൽ നിന്നും മറ്റുമൊക്കെ പേ ചെയ്ത് തീർക്കണം. പക്ഷേ ഇവർ ചെയ്തത് ഈ ഡെപ്റ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മേലിൽ അടിച്ചേർപ്പിക്കുകയായിരുന്നു. സോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ജനറേറ്റ് ചെയ്യുന്ന റവന്യൂസിൽ നിന്നും എല്ലാ വർഷവും നല്ലൊരു എമൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ടും പ്രിൻസിപ്പൽ പേയ്മെൻ്റ് ആയിട്ടും മറ്റുമൊക്കെ പോകുന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്താണെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് 1 ബില്യണോളം പൗണ്ട്സിൻ്റെ ഓളം ഡെപ്റ്റ് ഉണ്ട്. അതായത് അന്ന് ടേക്ക് ഓവർ നടത്തിയതിൻ്റെ ഭാഗമായിട്ടുള്ളതും കൂടാതെ പ്ലെയേഴ്സിൻ്റെ ട്രാൻസ്ഫേഴ്സിനും മറ്റുമൊക്കെ ആയിട്ട് വീണ്ടും എടുത്ത ലോൺ എമൗണ്ട്സും എല്ലാം ഒക്കെ ആയിട്ട് 1 ബില്യൺ പൗണ്ടോളം ഇപ്പോൾ ഡെപ്റ്റ് ഉണ്ട്. സോ ഈ ഡെപ്റ്റ് സാർ ജിം റാറ്റ്ക്ലിഫ് തീർക്കുമെന്നോ മറ്റോ ഒന്നുമുള്ള ഒരു ഡീലും ഇല്ല. പിന്നെ ഈ 1.25 ബില്യൺ പൗണ്ട്സ് 25% വിൽക്കുക വഴി കിട്ടുന്നതിൽ നിന്ന് എത്ര എമൗണ്ട് ഡെപ്റ്റ് ക്ലിയർ ചെയ്യാനായിട്ട് ഗ്ലേസേഴ്സ് ഫാമിലി യൂസ് ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല, ഒരു ഡീറ്റെയിലും ഇല്ല. സോ ഗ്ലേസേഴ്സ് ഫാമിലി ഈ ഒരു ഡെപ്റ്റ്, ഈ 1.25 ബില്യണിൻ്റെ 500 ബില്യൺ ഡെപ്റ്റ് കൊടുക്കാനായിട്ടോ അഥവാ 1000 മില്യൺ എടുത്ത് അഥവാ 1 ബില്യൻ്റെ ഡെപ്റ്റ് ഒറ്റയടിക്ക് ക്ലിയർ ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു ന്യൂസും ഇല്ല. സോ ഗ്ലേസേഴ്സ് ഫാമിലിയുടെ ലോജിക്ക് വെച്ചും ഗ്ലേസേഴ്സ് ഫാമിലിയുടെ എന്താ പറയുക ജസീമിൻ്റെ ഓഫർ റിജക്റ്റ് ചെയ്യുക വഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മിക്കവാറും ആ ഡെപ്റ്റ് അവർ ക്ലിയർ ചെയ്യാനായിട്ടൊന്നും പോകുന്നില്ല, അത് അവിടെ തന്നെ കാണും. ആൻഡ് ഈ 1.25 ബില്യൺ ഈ ഗ്ലേസേഴ്സ് ഫാമിലി അവരുടെ പോക്കറ്റിലാക്കി പോകും, അതിനുള്ള എല്ലാ ചാൻസും കാണും. കാരണം നിങ്ങൾ തന്നെ ഒന്ന് ഓർത്തേ, ഈ 1.25 ബില്യൺ അപ്പുറത്ത് നമ്മുടെ സാർ ജിം റാറ്റ്ക്ലിഫിന് 1.25 ബില്യൺ ഓഫർ വരുന്നു ഫോർ 25%. അതേസമയത്ത് ഷെയ്ഖ് ജസീമിൻ്റെ ഫൈനൽ ഓഫർ വാസ് 5.5 ബില്യൺ ഫോർ 100% ഓണർഷിപ്പ്, കൂടാതെ ന്യൂ സ്റ്റേഡിയം ഡെവലപ്മെൻറ്റ്, ഡെപ്റ്റ് ഫുൾ അദ്ദേഹം ക്ലിയർ ചെയ്തോളാം. ഇതെല്ലാം വമ്പൻ ഓഫറാണ്. സോ ഈ 1.25 ബില്യൺ 25%, 1.25 ഇൻറ്റു 4 5 ബില്യൺ. സത്യം പറഞ്ഞാൽ അവരുടെ ഓണർഷിപ്പിന് 5 ബില്യനാണ്. ഓവറോൾ നമ്മൾ വരുമ്പോൾ ശരിയാണ് 67% ഓണർഷിപ്പേ ഉള്ളൂ ഈ ഗ്ലേസേഴ്സ് ഫാമിലിക്ക്. സോ അതുമായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് സിമിലർ 6 ബില്യൺ അഥവാ 5.5 ബില്യൻ്റെ വാല്യൂഷൻ തന്നെയാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇൻ ഫ്യൂച്ചർ ഇവർക്ക് സെല്ല് ചെയ്യാനായിട്ട് ഉടനെ തന്നെ സെല്ല് ചെയ്യാനായിട്ടാണ്
ഈ ഗ്ലേസേഴ്സ് ഫാമിലിയുടെ പ്ലാനെങ്കിൽ എന്തുകൊണ്ടും ഷെയ്ഖ് ജസീമിൻ്റെ ഓഫർ അവർ എടുത്തന്നെ. സോ അവർ കുറച്ച് നാളോടെ ഇവിടെ പിടിച്ച് നിൽക്കും. ഭാവിയിൽ യുണൈറ്റഡിൻ്റെ വാല്യൂ നല്ലപോലെ കൂടും. അതിനുശേഷം വിൽക്കാം എന്നുള്ളൊരു പ്ലാൻ ആയിരിക്കാം. സോ സൂപ്പർ ലീഗൊക്കെ ഒരു അവസരമായിട്ട് അവർ കാണുന്നുണ്ടായിരിക്കും. ഇപ്പോൾ അവർ പബ്ലിക്കലി എതിർത്തിരിക്കുകയാണ്, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. സോ ഈ ഡെപ്റ്റ് അതിൽ നിന്നും വീട്ടും എന്നുള്ള കാര്യത്തിൽ അധികം പ്രതീക്ഷ വേണ്ട, കാരണം അത് അവർ എടുത്തുകൊണ്ട് തന്നെ പോകും. പിന്നെ ഒരു സാർ ജിം റാറ്റ്ക്ലിഫാണ് വരുന്നത്. സോ മറ്റ് ഈ ഷെയ്ഖ് ജസീം ഏറ്റെടുക്കുന്നതിൻ്റെ അത്രയും പേടിയൊന്നും മറ്റ് ക്ലബ്ബുകൾക്ക് കാണത്തില്ല. പക്ഷേ യുണൈറ്റഡ് ഫാൻസിന് കുറച്ചുകൂടെ ആശ്വാസം തരുന്നൊരു വാർത്തയായിരിക്കാം. കാരണം ഈ ഫുട്ബോളിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഇവരുമാരുടെ ഇനിയോസ് ഗ്രൂപ്പ് വരുന്നു. അത്യാവശ്യം ഫുട്ബോൾ റൺ ചെയ്ത് കപ്പാസിറ്റി ഉള്ള ഒരു ടീമാണ്. സോ നമ്മൾ നീസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നീസ് ഫിഫ്ത്ത് ആൻഡ് നയൻത് അങ്ങനെയൊക്കെയാണ് ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സീസണിൽ ആ പെർഫോമിംഗ് വെൽ, ചാമ്പ്യൻസ് ലീഗ് സ്പോർട്ടിലും മറ്റൊക്കെ ഉണ്ട്. സോ നമുക്ക് നോക്കാം കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുന്നത്. എന്തായാലും കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇഷ്യൂസും മറ്റുമൊക്കെ കാണാനായിട്ടുള്ള ചാൻസ് വളരെ ഹൈ ആണ്. പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. സാർ ജിം റാറ്റ്ക്ലിഫ് ആൻഡ് ടീം ഏറ്റെടുത്താൽ എന്താ സംഭവിക്കാൻ പോവുക, അദ്ദേഹം ഡെപ്റ്റിൻ്റെയും കൂടുതലാവുമോ അതോ ക്ലിയർ ചെയ്യുമോ. പിന്നെ ഒരു കാര്യം ഉറപ്പാണ്, സാർ ജിം റാറ്റ്ക്ലിഫ് ഒരു ബോയ്ഹുഡ് യുണൈറ്റഡ് ഫാനാണ്. പിന്നെ ഒരു കാര്യം, ഷെയ്ഖ് ജസീമിനെ പോലെ ക്ലബ്ബ് എന്താ പറയുക കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് പ്രതീക്ഷിക്കരുത് സാർ ജിമ്മിൻ്റെ കയ്യിൽ നിന്ന്. കാരണം അത്രയും വരാൻ പോകുന്നില്ല, കാരണം അദ്ദേഹം ഒരു മൈനർ ഓണറാണ്. കൂടാതെ അദ്ദേഹത്തിനും പ്രോഫിറ്റ് മേക്കിംഗ് ഒരു പ്ലാൻ കാണും. ഹീസ് എ ബിസിനസ് മാൻ ആൻഡ് ഹിസ് ഇൻറ്റൻഷൻ ഈസ് ടു മേക്ക് പ്രോഫിറ്റ്. സോ അവിടെയും ഒരു ഇതുകൊണ്ട് സോ നമുക്ക് നോക്കാം കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു. പക്ഷേ കമ്പാരിറ്റീവ്ലി എന്തായാലും കുറച്ച് ബെറ്റർ ആയിരിക്കും, അത് ഗ്യാരണ്ടിയാണ്. കാരണം അത്യാവശ്യം ഫുട്ബോളിനെ കുറിച്ച് നോളേജ് ഉള്ള പാർട്ടീസിനെ ഈ ന്യൂസ് ഗ്രൂപ്പ് പിടിച്ച് CEO, സ്പോർട്ടിംഗ് ഡയറക്ടർ, പിന്നെ ടാലൻറ്റ് റിക്രൂട്ട്മെൻറ്റിലൊക്കെ അത്യാവശ്യം അവർ ഇറക്കുമെന്നാണ് പറയുന്നത്. സോ ആ കാര്യത്തിലൊക്കെ എന്തായാലും ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാവും. നമുക്ക് കണ്ടു നോക്കാം എന്തൊക്കെയാണ് വരാൻ പോകുന്നതെന്ന്. സോ നിങ്ങളുടെ അഭിപ്രായം പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാൻ. ബൈ.